ആശമാരുടെ സമരം 82 ദിവസത്തിലെത്തിയിരിക്കുകയാണ്. അവരുടെ നിരാഹാര സമരമൊക്കെ കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ രാപ്പകൽ സമരം തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം. വിവിധ കോണുകളിൽ നിന്ന് ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന പിന്തുണയൊക്കെ അവർക്ക് ലഭിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം മല്ലിക സാരാഭായിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത്തരത്തിൽ ആശമാരുടെ സമരത്തിന് പിന്തുണ നൽകിയെന്ന് പറഞ്ഞ അഭിപ്രായ വിലക്ക് നേരിടേണ്ടി വന്നു തനിക്ക് എന്നുള്ളൊരു പോസ്റ്റായിരുന്നു അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂരിൽ ആശമാരുടെ സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ടൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് അവർ ഉദ്ഘാടനം ചെയ്യുകയും ഓണറേറിയം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് ഈ ഒരു അഭിപ്രായ വിലക്കിനെ കുറിച്ചിട്ട് തന്നെയാണ്. അജിംസ്, ഈ കലാമണ്ഡലത്തിൻ്റെ ചാൻസലറായി നിൽക്കുന്നു എന്ന് കരുതി അവർക്ക് അഭിപ്രായം പറയാൻ പാടില്ലേ? കേരള കലാമണ്ഡലത്തിലെ വൈസ് ചാൻസലർ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണല്ലോ. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടിലും സംസ്ഥാന സർക്കാരിൻ്റെ സ്പോൺസർഷിപ്പിലും പ്രവർത്തിക്കുന്ന ഒരു സർവകലാശാലയാണ് കേരള കലാമണ്ഡലം. അപ്പോൾ അതിലേക്ക് മല്ലിക സാരാഭായി വന്നതെങ്ങനെയാണ് നമുക്ക് ഓർമ്മ വേണം. വലിയ തോതിൽ ഗവർണർ ഈ സർവകലാശാലകളിൽ ഇടപെട്ടുകൊണ്ടിരുന്ന സമയത്ത് ചാൻസലർ കൂടിയാണ്, വൈസ് ചാൻസലർ മാത്രമല്ല ചാൻസലറാണ്. അതിൻ്റെ ചാൻസലർ ഗവർണറായിരുന്നു അന്ന്. അപ്പോൾ ആ ഗവർണർ സ്ഥാനത്ത് തന്നെ മാറ്റി പകരം എല്ലാവർക്കും സ്വീകാര്യമായ ഒരാൾ എന്ന നിലയിലാണ് മല്ലിക സാരാഭായി കൊണ്ടുവരുന്നത്. കാരണം മല്ലിക സാരാഭായിയോളം കലാമണ്ഡലത്തിന് ഇന്ന് നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള ഒരാൾ ഇന്ത്യയിലില്ല. കാരണം അവരുടെ ഒരു ലെഗസി അങ്ങനെയാണ്. അപ്പോൾ അവരാകട്ടെ അവരുടെ അമ്മയാകട്ടെ മൃണാളിനി സാരാഭായി, അപ്പോൾ അവർ രണ്ടുപേരും രാജ്യത്തിന് കലാകാരികൾ എന്ന നിലയിൽ അർപ്പിച്ചിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ്. അപ്പോൾ മൃണാളിനി സാരാഭായി നമ്മുടെ ഒരു കൾച്ചറൽ അംബാസഡർ ആയിരുന്നു ഇന്ത്യയുടെ. അവർക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയമായ അഫിലിയേഷൻ ഒന്നും ഇല്ലായിരിക്കെ തന്നെ ഒരു അന്ന് ഭരണകൂടത്തോടൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യയുടെ ഒരു കൾച്ചറിൻ്റെ ലോകവേദികളിൽ പ്രതിനിധീകരിച്ച ഒരാളാണ് മൃണാളിനി സാരാഭായി. അവരുടെ ഒരു പൊളിറ്റിക്കൽ ഔട്ട്ലുക്ക് ഒരുപക്ഷെ ഒരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് രീതിയൊക്കെ ആയിരിക്കാം. ഒരുപക്ഷെ കോൺഗ്രസുമായി അവർ അടുത്ത് നിന്നിരുന്നു, നെഹ്റുവുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു. ഇവരാകട്ടെ മല്ലിക സാരാഭായി ആകട്ടെ, അപ്പോൾ അന്ന് മൃണാളിനി സാരാഭായി സ്ഥാപിച്ച ദർപ്പണ എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അഹമ്മദാബാദിൽ, അവരുടെ സ്വദേശത്ത്. അപ്പോൾ ദർപ്പണയിലൂടെയാണ് അവരുടെ ആക്ടിവിസം, കലാപരമായ ആക്ടിവിസം തുടരുന്നത്. അവരൊരിക്കലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോട് അഫിലിയേഷൻ കാണിക്കുകയോ ഏതെങ്കിലും ഇപ്പോൾ കോൺഗ്രസിനോട് പോലും അവർ എന്ത് ചെയ്തിട്ട് കോൺഗ്രസിൽ ചേരാനുള്ള ക്ഷണം അവർ 80-ൽ തന്നെ നിരസിച്ചിട്ടുണ്ട്. അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഒരു അഫിലിയേഷൻ കാണിച്ചിട്ടില്ല ഒരിക്കലും. അതേസമയം തന്നെ രാജ്യത്ത് നിലനിൽക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളിൽ, ഉദാഹരണത്തിന് ജെൻഡർ ഇൻഇക്വാലിറ്റി, വിമൻ എംപവർമെൻറ്റ്, ഇങ്ങനെയുള്ള തീമുകളിൽ അവർ നൃത്തശില്പങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് അവരുടെ ഒരു ആക്ടിവിസം, കലയെ ആക്ടിവിസവുമായി ബന്ധപ്പെടുത്തുന്നത്. പക്ഷേ അവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഗുജറാത്ത് കലാപത്തിന് ശേഷം നരേന്ദ്രമോദി സർക്കാരിനെതിരെ അവർ നിലയുറപ്പിച്ചതോടെയാണ്. 2009-ൽ ഗാന്ധിനഗറിൽ നിന്ന് മത്സരിച്ച LK അഡ്വാണിക്കെതിരെ അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അപ്പോൾ അവരുടെ ഒരു പൊളിറ്റിക്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. 2009-ൽ അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവുന്നു. പിന്നെ മോദി സർക്കാർ 2011-ൽ സദ്ഭാവന മിഷൻ എന്ന പേരിൽ കമ്മ്യൂണൽ ഹാർമണി ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ഒരു ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ അതിനെതിരെ അവർ പ്രൊട്ടസ്റ്റ് നടത്തി. 2002-ലെ ഗുജറാത്ത് കലാപത്തിലെ ഇരകൾക്ക് നിങ്ങൾ നീതി ഉറപ്പാക്കിയിട്ട് മതി ഈ പരിപാടി, ഈ എക്സസൈസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തത്. അങ്ങനെ നിരവധി ഘട്ടങ്ങളിൽ ഇപ്പോൾ ഗുജറാത്ത് സർക്കാരിനെതിരാണെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരാണെങ്കിലും അവർ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല അവർ കല എന്നത് കേവലം കലയാക്കാതെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു മാർഗമായി കാണുന്ന ഒരു സ്ത്രീ കൂടിയാണ്, ഉറച്ച നിലപാടുള്ള ആളാണ്. അവരുടെ ഒരു കലാശില്പമുണ്ട്, അൻസുനി എന്നാണ് ആ നൃത്തശില്പത്തിൻ്റെ പേര്. അൻസുനി എന്ന് പറഞ്ഞാൽ അൺഹേഡ് എന്നാണ് അർത്ഥം, കേൾക്കപ്പെടാത്ത ശബ്ദങ്ങൾ. അൺഹേഡ് വോയിസസ് എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിൻ്റെ, അൺഹേഡ് വോയിസ് എന്ന് പറഞ്ഞ പുസ്തകം രാജ്യത്തെ സ്കാവഞ്ചേഴ്സ്, അതുപോലെ സെക്സ് വർക്കേഴ്സ്, ഇവരെക്കുറിച്ചുള്ളൊരു പുസ്തകമാണ്. ഹർഷ്മാൻഡർ എഴുതിയതാണെന്ന് തോന്നുന്നു. ആ പുസ്തകത്തിൻ്റെ ഒരു നൃത്തശില്പം അവതരിപ്പിച്ച ആൾ കൂടിയാണ്. ഞാൻ ഇത് പറയാൻ കാരണം അവരെന്തിനാണ് സെക്സ് വർക്കേഴ്സിൻ്റെയും അതുപോലെ സ്കാവഞ്ചേഴ്സിൻ്റെയും കുറിച്ച് അവരൊരു നൃത്തശില്പം അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിലൂടെ അവരുടെ കാഴ്ചപ്പാടുണ്ട്. മാർജിനലൈസ് ചെയ്യപ്പെട്ട തൊഴിലാളി വർഗ്ഗം, സെക്സ് വർക്കേഴ്സും തൊഴിലാളി വർഗ്ഗമാണല്ലോ, സ്കാവഞ്ചേഴ്സും ഈ തൊഴിലാളി വർഗ്ഗമാണ്. അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു വോയിസും ഇന്ത്യയിലില്ല. അവർക്ക് ട്രേഡ് യൂണിയൻ ഇല്ല, അവർ സംഘടിതരല്ല. അപ്പോൾ അവരെക്കുറിച്ചൊരു നൃത്തശില്പം ചെയ്യുന്ന മല്ലിക സാരാഭായി ആശാവർക്കർമാരുടെ സമരത്തോട് പ്രതികരിക്കാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അവരിനി ഏത് പൊസിഷനിലിരിക്കുകയാണെങ്കിലും, ഏത് സർക്കാർ നൽകിയിട്ടുള്ള പൊസിഷനിലിരിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും അവർ പത്രം വായിക്കുന്ന ആളാണെങ്കിൽ ആശാ സമരത്തോട് റിയാക്ട് ചെയ്തിരിക്കും. അതേ അവർ ചെയ്തോളൂ. അപ്പോൾ അവരെ നേരെ ഗാഗ് ചെയ്യാൻ അല്ലെങ്കിൽ വിലക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. നിങ്ങൾ അതിനെപ്പറ്റി മിണ്ടരുത് അല്ലെങ്കിൽ ആ സമരത്തിൽ പങ്കെടുക്കരുതെന്ന് ഡയറക്റ്റ് പറയാൻ, ലീഗലി പറയാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാർ എന്താ ചെയ്യുക? ഇത് സംസ്ഥാന സർക്കാരിനെതിരെ നടക്കുന്ന സമരമാണ്. സംസ്ഥാന സർക്കാർ നൽകിയൊരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ളൊരു നിലപാട് നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് അവരോട് അഫിലിയേറ്റ് ചെയ്ത ആളുകൾക്ക് പറയാം, അവരെ കൊണ്ട് പറയിപ്പിക്കാം. പക്ഷെ അതും ഒരു തരത്തിലുള്ള സമ്മർദ്ദമാണ്. പക്ഷേ ആ സമ്മർദ്ദത്തെയും അവർ അതിജീവിച്ചുകൊണ്ട് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എൻ്റെ വാടപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് അവർ പരസ്യമായി പറയുകയും ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായി ആശാവർക്കർമാരുടെ
അക്കൗണ്ടിലേക്ക് പണം അയച്ചുകൊണ്ട് ഓണറേറിയം കൊടുത്ത് അവർ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതൊരു നല്ല പക്ഷേ അതിൻ്റെ പേരിൽ നാളെ മല്ലിക സാരാഭായി ഇനി വേണ്ട, ഞങ്ങൾക്കെതിരെ തിരിഞ്ഞ ആളല്ലേ എന്ന് സർക്കാർ കരുതുമെന്നും ഞാൻ കരുതുന്നില്ല. അത്രയും തരം താഴ്ന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല. കാരണം മല്ലിക സാരാഭായി അവരൊക്കെ ഉദ്ദേശിക്കുന്നതിനും ഉയരെയുള്ള ഒരാളാണ്. നിങ്ങളിങ്ങനെ ചെയ്തല്ലോ, സംസ്ഥാന സർക്കാരിനെതിരെ തിരിഞ്ഞല്ലോ, എന്നാൽ നിങ്ങളെ മാറ്റിക്കളയാം, നാളെ വേറെ ആളെ ഇരുത്താം എന്ന് പറയാൻ പറ്റാത്ത വിധം ഔന്നത്യത്തിലുള്ള ഒരാളാണ് മല്ലിക സാരാഭായി എന്നുകൊണ്ട് സംസ്ഥാന സർക്കാരും മൗനം പാലിക്കുകയാണ്. അതിനോട് റിയാക്ട് ചെയ്യാതെ പാർട്ടിയും CPM അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല, അങ്ങനെ മൗനം പാലിക്കുകയാണ്. അപ്പോൾ ആരാണോ അവരോട് പറഞ്ഞത് നിങ്ങളതിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞത് അവർക്കായിരിക്കും ഇപ്പോൾ ഒരുതരം ജാള്യത ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. നഫലിന് എന്താ തോന്നുന്നത് ഈ സംഭവത്തെക്കുറിച്ച്? ഇത് തന്നെ, ഇതിപ്പോൾ നമ്മുടെ ഈ മല്ലിക സാരാഭായിയുടെ വലിപ്പം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. കാരണം അവർ ഇപ്പോൾ പറഞ്ഞ പോലെ മൃണാളിനി സാരാഭായിയുടെയും ബഹിരാകാശ ശാസ്ത്രജ്ഞൻ വിക്രം സാരാഭായിയുടെയും മകളാണ്. അവർ 10-40 വർഷത്തിലധികമായി ഈ സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് പ്രവർത്തിക്കുകയാണ്. അവരുടെ നൃത്തം എന്നുള്ള കലയെ അവരെത്രത്തോളം അവർ എങ്ങനെയൊക്കെ അവർ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അവർ ഈ പറഞ്ഞ അൺസുനി പോലെ തന്നെ ദ പവർ ഓഫ് വുമൺ എന്ന് പറയുന്ന അവരുടെ ഏകാംഗ നാടകമുണ്ട്. അത് രാജ്യത്തുടനീളം അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അവർ എവിടെ പോയാലും ആ ഒരു സ്റ്റേജ് ഷോ എപ്പോഴും അവർക്കുണ്ടാവും. അപ്പോൾ അവർക്ക് ആ പവർ ഓഫ് വുമൺ എന്നുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന്, അവരുടെ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള അവരുടെ ഒരു ഉദ്യമമാണത്. അപ്പോൾ അങ്ങനെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാര്യത്തിൽ അത്രത്തോളം പെയിൻ എടുക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ആശാസമരം കണ്ടില്ലെന്ന് നടിക്കാനാവുക? സ്വാഭാവികമായും അവർ അതിൽ പ്രതികരിക്കും. അവർ ഏറ്റവും ഒടുവിലാണ് പ്രതികരിച്ചത് എന്നുള്ളത് മാത്രമേ ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുള്ളൂ. ഇപ്പോൾ സച്ചിദാനന്ദനൊക്കെ വളരെ ശക്തമായി ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും പല തവണ അദ്ദേഹത്തിൻ്റെ വീഡിയോ സന്ദേശത്തിലൂടെ ഇവരോട് പിന്നെ ആശമാരോട് ഒപ്പം ചേർന്ന് നിന്ന് സംസാരിച്ചിരുന്നു. അപ്പോൾ ഇപ്പം മല്ലിക സാരാഭായും ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇപ്പോൾ സാറാ ജോസഫിൻ്റെ പരിപാടിയിലാണ് പ്രകാശം നടത്തിയ പരിപാടിയിലാണ് അവരുടെ ആ സന്ദേശം വായിക്കുകയും ഈ ഓണറേറിയം അയച്ചു കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഇവരൊക്കെ ഇതിലൊരു പ്രശ്നം ഞാൻ കാണുന്നത്, ഇപ്പോൾ ഈ സാഹിത്യകാരന്മാർ അതുപോലെ തന്നെ ഇത്തരം ആക്ടിവിസ്റ്റുകളൊക്കെ അവർ കുറച്ച് വൈകാരികമായാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിനെ ഇങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഇൻസെൻറ്റീവ്സ് ആരാണ് കൊടുക്കേണ്ടത്, ഓണറേറിയം ആരാണ് വർദ്ധിപ്പിക്കേണ്ടത്, ഇത് ഇത്ര വർഷമായി ഇത്ര ശതമാനം ഞങ്ങൾ വർദ്ധിപ്പിച്ചു, ഈ വളരെ സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമാണ് സർക്കാർ പറയുക. ഇവർ കുറച്ച് വൈകാരികമായുമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിലൊരു പൊസിഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പം സംസ്ഥാനമാണോ കേന്ദ്രമാണോ കൊടുക്കേണ്ടത്, അതിലൊരു ഒരു സ്റ്റാൻഡിലെത്തുകയും അങ്ങനെ കൃത്യമായി ഇന്ന സർക്കാർ കേന്ദ്രത്തിനോടാണെങ്കിൽ കേന്ദ്രത്തിനോട്, സംസ്ഥാനത്തിനോടെങ്കിൽ സംസ്ഥാനത്തിനോട് കൊടുക്കണം എന്ന് ആവശ്യപ്പെടാൻ ഇവർക്ക് പറ്റണം. അതല്ലാതെ ആശമാരുടെ സമരം, സത്യം പറഞ്ഞാൽ ആശമാരുടെ സമരം നമുക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. കാരണം നമ്മുടെ വീട്ടിലൊക്കെ ആശമാർ വരുന്നതാണ്. അവരോട് സംസാരിക്കുമ്പോൾ ഈ സമരത്തിൽ പങ്കെടുക്കാത്ത പല ആശമാരും, നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത ആശമാർ ഇവരുടെ ഈ സമരത്തിൻ്റെ കോഴ്സിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന ആളുകളാണ്, അവർ അംഗീകരിക്കുന്ന ആളുകളാണ്. പക്ഷേ അവർക്ക് സമരത്തിൽ പങ്കെടുക്കാനുള്ള അവസ്ഥയിലല്ല അവരുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അവരെല്ലാം ഈ സമരത്തോടൊപ്പമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് CITUവിൻ്റെ കൂടെയാണെങ്കിലും INTUSൻ്റെ കൂടെയാണെങ്കിലും സൂസിയുടെ കൂടെയാണെങ്കിലും ആരുടെ കൂടെയാണെങ്കിലും അവരൊക്കെ സമരത്തിൻ്റെ കൂടെ ഉണ്ടെന്നാണ്, മാനസികം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ആര് വർദ്ധിപ്പിക്കണം, ആരാണിത് നടപടിയെടുക്കേണ്ടത് എന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. അപ്പോൾ അക്കാര്യത്തിൽ കൂടി ഈ പറയുന്ന മല്ലിക സാരാഭായി ആണെങ്കിലും സച്ചിദാനന്ദനാണെങ്കിലും ആ ലെവലിലുള്ള ആളുകളാണെങ്കിലും അങ്ങനെ കൃത്യമായി ഒരു മെസ്സേജ് കൊടുക്കാൻ അവർക്ക് പറ്റണമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആകുമ്പോഴേ ഇതിലൊരു മാറ്റം വരാനുള്ള സാധ്യതയുള്ളൂ. ഇപ്പോൾ മല്ലിക സാരാഭായി എന്ന് പറയുന്ന വലിയ ഒരു വ്യക്തിത്വത്തെ സർക്കാരിന് ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അവരുടെ വാക്കുകളെ സർക്കാർ കുറച്ചുകൂടി ചെവി കൊള്ളേണ്ടി വരും. അതെ, ഒരു തീരുമാനം ഉണ്ടാകും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.